കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഞാൻ നിന്നെ മറന്നിടുമോ? ഉള്ളം കയറത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ. ഉള്ളം കയറത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മുഖത്തുണ്ടാകട്ടെ. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം ഉള്ള രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വായനയായിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കാം. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയി. ഇത് നമ്മുടെ പുതുനാഴ്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ചയിലെ വേദവായനാ ഭാഗമാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, യേശുവിന്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരെ പല വഴികളിലേക്ക് ആയിപ്പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിൽ പത്രോസും മറ്റ് ചില ശിഷ്യന്മാരും ചേർന്ന് മീൻ പിടിക്കുവാൻ വേണ്ടി തിബരിയോസ് കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യേശു മൂന്നാമത് അവരുടെ ഇടയിലേക്ക് ഉദ്ധാരത്തിന് ശേഷം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. തിബരിയോസ് കടൽക്കരയില് രാവ് മുഴുവനും ഒരു മീൻ കിട്ടുവാൻ വേണ്ടി അവര് അധ്വാനിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് എന്തെങ്കിലും ലഭിച്ചോ? ഒന്നും തന്നെ ലഭിച്ചില്ല. അപ്പോൾ അവിടെ ഒരു ശബ്ദം അവരെ കേൾക്കുന്നു. അങ്ങനെ വളരെ ക്ഷീണിച്ചിരിക്കുന്ന അവസരത്തിലാണ് ദൈവത്തിന്റെ അവിടെ ഒരു മനുഷ്യൻ എന്തെങ്കിലും കഴിക്കുവാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അവർ പറയുന്നില്ല, ഞങ്ങൾ രാവ് മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളെ വലതുവശത്തേക്ക് വലയെറിയും. അത്ഭുതകരമായി ആ വല നിറയെ മീൻ ലഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വല നിറയെ വലിച്ചു കയറ്റുവാൻ സാധിക്കാത്ത തരത്തിലുള്ള
ഒരു മീൻ പെരുപ്പം അവരുടെ വലയിലുണ്ടായി. അപ്പോൾ അവരെ ഒരു പക്ഷെ തിരിച്ചറിയുന്നു, ഇത് ദൈവമാകുന്നു എന്ന് തിരിച്ചറിയുന്നു. അവര് മീനെ ഒരു മറ്റുള്ളവരുടെ സഹായത്തോടെ കരയിലേക്ക് വലിച്ചു കയറ്റുന്നു. അതിനുശേഷം ദൈവം അവർക്ക് പ്രാതൽ നൽകുന്നതായി പറയും. അവര് കൊണ്ടുവന്ന മീനും അപ്പവും ഉപയോഗിച്ച് അവർക്ക് പ്രാതൽ നൽകുന്നു. അതിനുശേഷം കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. അപ്പൊ പത്രോസും ശിഷ്യന്മാരും കൂടി കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. അപ്പോ പത്രോസും ദൈവവും തിബരിയോസ് കടൽക്കരയിൽ നിൽക്കുകയാണ്. നമുക്ക് പത്രോസിന്റെ ആ മീൻ പിടിക്കുവാനുണ്ടായ സാഹചര്യത്തെ പറ്റി നമുക്കൊന്ന് ശ്രദ്ധിക്കും. യേശുവിന്റെ അരിമ ശിഷ്യനായി ദൈവത്തോടൊപ്പം തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ മുഴുവനും ഉണ്ടായിരുന്ന ഒരു പ്രിയ ശിഷ്യനായിരുന്നു പത്രോസ്. പക്ഷേ ദൈവത്തിന്റെ മരണത്തോടുകൂടി പത്രോസ് നിരാശനായി വീണ്ടും മത്സ്യം പിടിക്കുന്നവനായി മാറുന്ന കാഴ്ച. അവിടെ മറ്റൊരു കഥാപാത്രത്തെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇസ്കറിയാത്ത യൂദ തന്റെ അന്ത്യ അത്താഴ സമയത്ത് കർത്താവിൽ നിന്ന് വിശുദ്ധ കുർബാനയെ തന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ രണ്ടുപേരാണ് പത്രോസും ഇസ്കറിയാത്ത യൂദ. പക്ഷെ ഇന്ന് കർത്താവ് തിബരിയോസ് കടൽക്കരയിൽ നിൽക്കുമ്പോ യൂദയുടെ അവസ്ഥ എന്താ? യൂദ ഇന്ന് ലോകത്തിൽ തന്നെ ഇല്ല. പക്ഷെ പത്രോസ് ജീവിച്ചിരിക്കുന്നുണ്ട്, പഴയ കച്ചവടം. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം യൂദ തയ്യാറായെങ്കിൽ പത്രോസ് തയ്യാറാകുന്നത് യേശുവിനെ തള്ളിപ്പറയുവാൻ, ഒന്നല്ല 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ തയ്യാറാണ്. ഒരുപക്ഷെ ആ സാഹചര്യത്തില് ക്രിസ്തുവിനെ എന്റെ ഒരു ചിന്തയാണ്, ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറി പോകാമായിരുന്നു. അത്ര പ്രാഗൽഭ്യമുള്ളവരോ അല്ലെങ്കിൽ സൈന്യ മേധാവിമാരോ ഒന്നും അല്ല ഒരുപക്ഷെ 1-2 പ്രാവശ്യം ചോദിക്കുന്നത് അദ്ദേഹത്തോട്. അദ്ദേഹത്തിന് അവിടുന്ന് ഒഴിഞ്ഞു പോകാമായിരുന്നു, ഇങ്ങനൊരു ഒറ്റിക്കൊടുക്കൽ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ തള്ളിപ്പറയൽ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ പത്രോസ് അവിടുന്ന് പൂർണ്ണമായും തന്റെ ആ സുരക്ഷയെ മുൻനിർത്തിയായിരിക്കാം, പൂർണ്ണമായും ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ അറിയുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പത്രോസിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പക്ഷേ ക്രിസ്തു കോഴി പോയി കഴിഞ്ഞപ്പോ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവൻ ആ ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്നത്. ക്രിസ്തു ഒരു നോട്ടം പത്രോസിലേക്ക് നോക്കുന്നുണ്ട്. അത് എന്തുമാത്രം പത്രോസിന് അത് സത്യത്തിൽ മുഖത്തേക്കാണോ നോക്കിയത്? പത്രോസിന്റെ ഹൃദയത്തെ തുളച്ചുകൊണ്ടായിരിക്കും ആ നോട്ടം കടന്നുപോയത്. ആ സാഹചര്യത്തില് പത്രോസ് അവിടുന്ന് അവിടുന്ന് മാറിപ്പോകുന്ന പത്രോസിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പാവബോധത്തിന്റെ പാപം ചെയ്തു എന്നുള്ള ബോധ്യം തന്റെ അരുമനാഥനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ മനോഭാരത്തോടുകൂടി ദുഃഖത്തോടുകൂടി പത്രോസ് തന്റെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ച. നമ്മള് യൂദ ഇസ്കരിയോത്തയിലേക്ക് വന്നാല് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കർത്താവിനോടൊപ്പം അപ്പം ഭക്ഷിച്ച, കർത്താവിന്റെ കയ്യിൽ നിന്നും അപ്പം മേടിച്ച് കഴിച്ച ഇസ്കരിയോത്ത യൂദ, ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇസ്കരിയോത്ത അതിനു മുമ്പേ അവൻ നിരാശയുടെ പടുകുടിയിലായിരുന്നായിരിക്കാം. ഇസ്കരിയോത്ത യൂദയെ പറ്റി പറയുന്നത് സമർത്ഥനായ
ഒരു ശിഷ്യനായിരുന്നു. ബുദ്ധിമാൻ എന്ന് സ്വയം നടിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. മറ്റുള്ള പാവപ്പെട്ട ആ ശിഷ്യന്മാരെക്കാളും കൂടുതൽ അറിവ്, ജ്ഞാനം ഒക്കെ ഉണ്ട് എന്ന് സ്വയം ധരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇസ്കറിയാത്ത യൂദ എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഇസ്കറിയാത്ത യൂദായുടെ ചിന്താഗതി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു സാമ്രാജ്യം അലക്സാണ്ടറൊക്കെ സ്ഥാപിച്ചതുപോലെ, അല്ലെ മുഗളന്മാരൊക്കെ സ്ഥാപിച്ചതുപോലെയുള്ള ഒരു സാമ്രാജ്യമായിരിക്കാം സൃഷ്ടിക്കാൻ പോകുന്നതെന്നായിരിക്കാം ഒരുപക്ഷെ ഇസ്കറിയാത്ത യൂദ ചിന്തിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോൾ ഇസ്കറിയാത്ത യൂദായ്ക്ക് മനസ്സിലായി, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സാമ്രാജ്യമല്ല ക്രിസ്തു സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വളരെയേറെ നിരാശനാക്കിയിട്ടുണ്ടാകും. ആ നിരാശയുടെ പടുകുഴിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുവാൻ, അല്ലെങ്കിൽ കിട്ടിയത് മേടിച്ച് സ്ഥലം വിടാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ഇസ്കറിയോത്ത അതിന് മുതിർന്നത്. യേശു ഒരു ഭൗതിക സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യൂദ ചിന്തിച്ചിട്ടുണ്ടാവാം, ബുദ്ധി കൂർമ്മതയിലും ധനകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവിലും ഒക്കെ അദ്ദേഹത്തെ വല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. ഒരുപക്ഷെ ഇന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ധനകാര്യമന്ത്രിയുടെ സ്ഥാനമോ ഒക്കെ യൂദായ്ക്ക് ലഭിച്ചേക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നേക്കാം യൂദായെ ഇത്ര നിരാശനാക്കുവാൻ സഹായിച്ചത്. പക്ഷെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞ് പിന്നീടുണ്ടായ അവസ്ഥ യൂദ ആകെ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നീറുന്ന ഒരു മനുഷ്യനായി മാറും. 30 വെള്ളിക്കാശ് ശതാധിപന്മാരുടെ മുമ്പിൽ കൊണ്ട് എറിഞ്ഞു കളഞ്ഞിട്ട് ഇനി ഒന്നുമില്ല ഈ ലോകത്തില്, തന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തന്റെ ഗുരുനാഥനും എല്ലാം നഷ്ടമായി എന്നുള്ള ചിന്തയോടുകൂടി ഒരു കയറിൽ അഭയം പ്രാപിച്ച് മരണക്കുഴിയിലേക്ക് വീഴുന്ന യൂദായെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പക്ഷെ പത്രോസ് ചെയ്ത തെറ്റ് യൂദ ചെയ്തതിനേക്കാളും വലുതാണെന്നാണ് പറയപ്പെടുന്നത്. ചരിത്രകാരന്മാരൊക്കെ പറയപ്പെടുന്നത് യൂദ ചെയ്ത ഒറ്റിക്കൊടുക്കലിനേക്കാളും കൂടുതൽ പാപഭാരം ഈ തള്ളിപ്പറഞ്ഞതിനായിരുന്നു എന്നാണ്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനാണ്. തീർച്ചയായും പത്രോസിന്റെ ആ ചിന്ത ഒരിക്കലും ദൈവത്തിൽ നിന്നൊരു ഭൗതികമായ ഒരു നേട്ടമൊന്നും പത്രോസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം വീണ്ടും ചിന്തിക്കുകയാണ്. തന്റെ പിന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഭൗതികമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ക്രിസ്തു ഇല്ലെങ്കിലും എങ്ങനെയും കഞ്ഞി കുടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്നുള്ള ചിന്തയോടുകൂടി വീണ്ടും മത്സ്യം പിടിക്കുന്നവനായി മാറി എന്നാണ് എന്റെ ഒരു ചിന്ത, എന്റെ ഒരു തോന്നൽ. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇപ്പം പല കാലഘട്ടങ്ങൾ ഇപ്പം വിഭജിച്ച് തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് പല കാലഘട്ടം. ഞാനിത് പറയാൻ ഒരു കാരണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചകളായി നമ്മൾ ഒരു കാര്യം ഇവിടെ വളരെ കൃത്യമായി എല്ലാ പ്രസംഗത്തിലും പറയുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതരായിരുന്ന കുഞ്ഞുമക്കൾ വളരെ നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി ഈ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിപ്പോയി. നമുക്ക് പരിചിതമായ, നമുക്ക് സുപരിചിതമായിരുന്ന ആളുകളുടെ മക്കളൊക്കെ. അപ്പൊ തീർച്ചയായും ഈ വിഷയം ഞാൻ പറഞ്ഞിട്ട് എല്ലാ പ്രസംഗങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 3-4 ആഴ്ചകളായി നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്നും ഇതിനോട് ചേർത്ത് അതിനെ ഞാൻ ഇന്ന് പരിഗണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു, പല കാലഘട്ടത്തിലുള്ള ആളുകളാണ് നമ്മൾ ഇരിക്കുന്നത്. 1946 മുതൽ 64 വരെ ജനിച്ചവര് ബേബി ബൂമർ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിട്ടാണ് ഇപ്പൊ പരിഗണിക്കുന്നത്. 1965 മുതൽ 80 വരെയുള്ള ജെൻ എക്സ് കാലഘട്ടത്തിൽ, ഞാനും ക്ലീറ്റസും ഒക്കെ ഉൾപ്പെടുന്ന ജെൻ എക്സ് കാലഘട്ടത്തിലാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. 1981 മുതൽ 1996 വരെ മില്ലിനിയം ഗ്രൂപ്പിൽ പെട്ടവരാണ്.
1997 മുതൽ 2012 വരെയുള്ളവര് ആരാ? ജെൻസി. 2013 മുതൽ 2024 വരെയുള്ളവര് ജെൻ ആൽഫ. അതിനുശേഷമുള്ളവര് ബീറ്റ. ഇപ്പൊ എന്തായാലും ബേബി ബൂമർ തൊട്ട് ജെൻ ആൽഫ വരെയുള്ള ആളുകളാണ്, സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. ആരൊക്കെ ഉണ്ട് ജെൻസി? ഇവിടെ ജെൻസി 3 പേരെ ഉള്ളോ? 12 പേര്. 2012 3 പേരുണ്ട്. ജെൻ ആൽഫക്കാർ എത്ര പേരുണ്ട്? ഇവിടെയുണ്ട് ആൾക്കാർ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരിൽ കൂടുതൽ പേര് ജെൻ എക്സുകാരാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളുടെ എനിക്ക് അറിയത്തില്ല പ്രായം, പറയാൻ ഉദ്ദേശിക്കില്ല. സ്ത്രീകളോട് പ്രത്യേകിച്ച് പ്രായം ചോദിക്കണമെന്നാ പറയുന്നത്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് മനസ്സിലുണ്ടല്ലോ ഞാൻ ഏത് കാലഘട്ടത്തിലെപ്പെട്ട ആളാണ്. ബേബി ബൂമർ ആണോ, ജെൻ എക്സ് ആണോ, മില്ലേനിയംകാരാണോ, ജെൻസി ആണോ? എന്തായാലും ജെൻസി അല്ല. ഞാനിതിനെ 1996 വരെ ജനിച്ചവരെയും അതിനുശേഷമുള്ളവരെയും രണ്ടായിട്ടൊന്ന് പരിഗണിക്കുക. 1997 മുതൽ ജനിച്ച ആളുകള് ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ, അങ്ങനെയുള്ള ആളുകളാണ് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം. അതാണ് ആ കുഞ്ഞുങ്ങള് വളരെ മിടുക്കരാണ്, പഠിക്കാൻ മിടുക്കരാണ്. IQ ലെവലൊക്കെ അവരെ വളരെ കൂടുതലാണ്, വളരെ ബുദ്ധിമാന്മാരാണ്. ഈ മറ്റുള്ള ജനറേഷനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവര് വളരെ ബുദ്ധിമാന്മാരാണ്. പക്ഷെ എന്താണ് അവർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് കഴിയുമ്പോൾ അവർ സ്തബ്ധരായി പോകുന്നു. ഞാൻ എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത്, അതിലൊരു വിഭാഗമാണ്, അത് ഇൻവേർട്ടഡ് കോമയിലെ ഒരു വിഭാഗം ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനെ തരണം ചെയ്യാൻ കഴിവുള്ള അനേകം കുഞ്ഞുങ്ങളുണ്ട്. ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു 10-30% കുഞ്ഞുങ്ങളെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുന്നവരായി കാണും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ട് ഇത്രയും ബുദ്ധിയുള്ള IQ ലെവലുള്ള കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നു? അവരുടെ ചിന്താഗതികൾ എന്തുകൊണ്ട് മാറ്റപ്പെടുന്നില്ല? ഇത് വളരെയേറെ ചിന്തിക്കേണ്ട, ഇത് വളരെയേറെ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതിനു മുമ്പുള്ള ആളുകൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു തോന്നല്, എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഈ ജെൻസിക്കാരുടെ കാര്യം പറയുക, ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ ഉള്ള ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, മുന്നോട്ടൊന്നുമില്ല, അത് എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു ബോധ്യം അവരിലേക്ക് കടന്നു വരിക. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും അവരെ അഡ്രസ് ചെയ്യേണ്ടത്, അവരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. നിങ്ങളവിടെ സ്തംഭിച്ച് നിൽക്കേണ്ടവരല്ല, നിങ്ങളവിടെ തളർന്നു പോകേണ്ടവരല്ല. നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. സാധാരണഗതി പറയുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് സാധാരണഗതിയിൽ ആരെങ്കിലും തേച്ചിട്ട് പോകുമ്പോഴോ, ഇപ്പോഴത്തെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ആരെങ്കിലും ഒക്കെ തേച്ചിട്ട് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടായി ചിലർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരു 4 മാസത്തിന് മുമ്പ് എന്റെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരാളമ്മ മോന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. വാദിക്കബീറില് ഞങ്ങളുടെ അക്കോമഡേഷൻ താമസിക്കുന്ന പയ്യന് രാവിലെ നോക്കിയപ്പോ റോഡിൽ കിടക്കുന്നു, ഫ്ലാറ്റിൽ നിന്ന് റോഡിൽ കിടക്കുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവന് ഏതോ ഗെയിമിന് അടിമയായി പോയി. അവന് നെഞ്ചത്തോട് ചേർത്ത് അപ്പനെ അമ്മയുടെ ഒരു ഫോട്ടോ അവന്റെ കയ്യില് ഇങ്ങനെ വെച്ചിരുന്നു, പോക്കറ്റില് കയ്യിലോ എവിടെ വെച്ചിരുന്നു. രാവിലെ അവരാരും അറിഞ്ഞില്ല. രാത്രിയില് മോന് റൂമിലേക്ക് കടന്നുപോയി, അപ്പനും അമ്മയും അവരുടെ റൂമിലേക്ക് പോയി, ഒന്നും പറഞ്ഞില്ല. രാവിലെ ആരോ തൂക്കാൻ വന്നവര്, രാവിലത്തെ ക്ലീൻ ചെയ്യാൻ വന്നവരാണ് ഒരു കുഞ്ഞവിടെ കിടക്കുന്നു, താഴെ വീണത്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഏതോ ഗെയിമിന് അടിമയായി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്. 4 മാസം എങ്ങാണ്ട് ആയുള്ളൂ ഏകദേശം. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, ഞങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്ന ആളുടെ മകൻ. എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിപ്പോകുന്നത്?
നമുക്ക് ദൈവത്തെ, ഒരുപക്ഷെ നമുക്ക് അവർക്ക് ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുവാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ദൈവം നമുക്ക്, ഞാൻ നിങ്ങളോടാ പറയുന്നത് കേട്ടോ, ജൻസിക്കാരോടും ജന്നാൽഫക്കാരോടും പറയുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? എവിടെ ഉണ്ട്? നമ്മുടെ മുന്നിലാണോ പുറകിലാണോ? നമ്മളോടൊപ്പം നോക്കണം. നമ്മുടെ കൂടെ നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട് ദൈവം. നമ്മൾ കാണുന്നില്ല കേട്ടോ. ദൈവത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ ഓരോ തീരുമാനങ്ങളിലും നമ്മുടെ ആലോചനകളിലും ദൈവത്തോട് നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് പോകുമ്പോ ഒന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ടോ? ജൻസിക്കാർ എന്ത് ഇങ്ങോട്ട് നോക്കി മുഖമൊക്കെ ഒന്ന് കാണിച്ച്, ജൻസിക്കാർ എവിടെ മറഞ്ഞിരിക്കുന്നേ? എനിക്ക് ജൻസിക്കാരെയാ കൂടുതൽ, ജൻസി അല്ലെങ്കിൽ ആൽഫക്കാരെയാ വേണ്ടത്. ദൈവത്തെ നമ്മുടെ പഠനത്തിലും, കുഞ്ഞുങ്ങളെ, നമ്മുടെ പഠനത്തിലും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്ന എത്ര പേരുണ്ട്? മറക്കാതെ, അപ്പനും അമ്മയും പറയാതെ മറക്കാതെ പ്രാർത്ഥിച്ചു പോകുന്ന എത്ര പേരുണ്ട്? എന്തിനു പോകുമ്പോഴും ഒന്ന്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന എത്ര പേരുണ്ട്? അല്ല, നല്ല നല്ല കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാം, നല്ല കുഞ്ഞുങ്ങൾ. അപ്പൊ നിങ്ങളുടെ പുറത്തുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾ എന്തോ പറഞ്ഞു കൊടുക്കും? നിങ്ങൾ ദൈവത്തെ ഒക്കെ വിളിച്ചിട്ട് ഇറങ്ങണം. എന്താ? നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ദൈവം കൂട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാനും നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് പോകാനും നമുക്ക് കഴിയണം. ദൈവത്തെ ചേർത്ത് നമ്മളോടൊപ്പം നടക്കുന്ന ദൈവം നമ്മള് ഒന്ന് കൈപിടിക്കുവാൻ മറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ യൂദയിലേക്ക് കടന്നു വന്നാല് യൂദയ്ക്ക് സംഭവിച്ചത് അതല്ലേ? തന്റെ ജീവിതത്തില് ദൈവത്തെ ഒറ്റുകൊടുത്ത ഒരു സാഹചര്യത്തില് യൂദ ചിന്തിച്ചത് എല്ലാം കഴിഞ്ഞു. ഈ ലോകത്തിൽ തന്റെ സ്വപ്നങ്ങളും താൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും തന്റെ ഗുരുവും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയാണ് പെട്ടെന്ന് സാത്താൻ അവനിലേക്ക് പിടിമുറുക്കുന്ന ഒരു സാഹചര്യം. പിന്നോട്ട് ചിന്തിക്കുവാനുള്ള ഒരു സാഹചര്യം അവനിൽ ഉണ്ടാകുന്നില്ല. ഈ ഇപ്പോഴുള്ള ഞാൻ ഈ പറഞ്ഞ ജൻസി അല്ലെങ്കിൽ ജൻ ആൽഫക്കാര് ചിന്തിച്ചത് അന്ന് ഇസ്കരിയോത്ത യൂദ ചിന്തിച്ച ഒരു സാഹചര്യത്തിലൂടെ. പക്ഷെ ഈ മില്ലിനടുത്ത് മുമ്പുള്ള ആളുകൾ ചിന്തിച്ചത് ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോ അദ്ദേഹം ഒന്നും ചിന്തിക്കാറില്ലേ? എന്റെ അപ്പനെയും അമ്മയെ പറ്റി ഒന്ന് ഓർക്കാറില്ലേ? എന്റെ അപ്പനും അമ്മയും എന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്തി വളർത്തി. എന്റെ സഹോദരങ്ങളെ പറ്റി ഒന്ന് ഓർത്തു, എന്റെ കൂട്ടുകാരെ പറ്റി ഓർത്തു, എന്റെ ദൈവത്തെ പറ്റി ഒന്ന് ഓർക്കുവാൻ ഇതിനു മുമ്പുള്ളവര് ഒരു പക്ഷെ ഇവരെക്കാൾ ഉപരി ശ്രമിക്കാറുണ്ടാകും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇവിടെ പത്രോസ് ചെയ്തതാ. പത്രോസ് ചെയ്തത് എന്താ? താൻ ചെയ്ത തെറ്റിന് ഒരുപക്ഷെ യൂദയെ പോലെ അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ പത്രോസ് പിന്നിലേക്ക് ചിന്തിച്ചുകൊണ്ട്, മാനുഷികമായി തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുക, സ്വയം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ എന്റെ ജൻസിക്കാരോടും ജൻ ആൽഫക്കാരോടും ഒക്കെ പറയാനുള്ളത്, ദൈവത്തെ കൂടെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും കൂടെ കൊണ്ടുപോകണം. നമ്മുടെ പഠനത്തിനാണേലും നമ്മുടെ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണേലും അല്ലാതെ എന്ത് കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ ദൈവത്തെ ഒന്ന് വിളിച്ചിട്ട് പോകുവാൻ. ഇപ്പൊ മാതാപിതാക്കൾ എപ്പോഴും പറയണമെന്നില്ല. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ദൈവത്തെ ഒന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. അപ്പൊ ദൈവം നമ്മളോടൊപ്പം ഉണ്ടോ എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവും. ഈ ബോധ്യം നമ്മളെ നല്ല വഴിയിലൂടെ നടക്കുവാൻ തക്കവണ്ണം സഹായിക്കും. തീർച്ചയായും നിങ്ങളെല്ലാം അങ്ങനെ നല്ല കുട്ടികളാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് വ്യക്തികളെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ രണ്ട് കാലഘട്ടത്തെയും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പത്രോസിനെ പോലെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് തന്റെ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അവൻ പശ്ചാത്താപത്തോടുകൂടി ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നു.
ആ സന്ദർഭത്തിലാണ് നമ്മുടെ വേദവായനയിലേക്ക് കടന്നു വന്നാൽ കർത്താവ് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു. അപ്പൊ പത്രോസ് എന്താ മറുപടി പറഞ്ഞത്? കർത്താവേ, എന്റെ കുഞ്ഞാടുകളെ മേയിക്കാം. രണ്ടാമത് വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ എന്ന് വീണ്ടും പത്രോസ് പറയുന്നു, എന്റെ ആടുകളെ പരിപാലിക്കാൻ. വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസ് ഈ ഒരു ചോദ്യം കൂടെ കേട്ടപ്പോൾ കുറച്ചുകൂടെ ദുഃഖിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കർത്താവേ, നീ സകലതും അറിയുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവ് എന്താ മറുപടി പറഞ്ഞ്? എന്റെ ആടുകളെ മേയിക്കുക. പത്രോസിലൂടെ ക്രിസ്തു അന്ന് സഭയുടെ അടിസ്ഥാനം ഇടുകയായി. പത്രോസ് എന്ന ഉറച്ച പാറയിലൂടെ ക്രിസ്തു വലിയൊരു സമൂഹത്തിന് തന്നെ, വലിയൊരു സമൂഹത്തെ തന്നെ സൃഷ്ടിക്കുവാൻ, വലിയൊരു സഭയെ തന്നെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് അധികാരം കൊടുക്കുവായിരുന്നു. കർത്താവേ എന്ന് പശ്ചാത്താപത്തോടുകൂടി ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവം അവിടെ കർത്താവ് തന്റെ സഭയെ പണിയുവാനുള്ള അധികാരം, സഭയെ പണിത് മുന്നോട്ട് കുഞ്ഞാടുകളെ നയിക്കുവാനുള്ള അധികാരം ഒക്കെ ക്രിസ്തു പത്രോസിന് നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മുമ്പിൽ സൂചിപ്പിച്ചു, തിബെരിയോസ് കടൽക്കരയിൽ കർത്താവും ശിഷ്യന്മാരും നിൽക്കുന്നു. ഈ ഒരു ചോദ്യം അവിടെ ഉണ്ട്, നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ഈ തിബെരിയോസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും വീണ്ടും കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മറുപടി എന്തുമായിരിക്കും? കർത്താവിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ്, ഒരു ക്രിസ്തീയ ജീവിതത്തിലെ വിജയമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചങ്കറപ്പോടുകൂടി പറയാൻ കഴിയുമോ? കർത്താവേ എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തീയ വിജയമാണ്. പക്ഷേ പത്രോസ് പറഞ്ഞതുപോലെ പശ്ചാത്താപത്തോടുകൂടി ഹൃദയം നിറഞ്ഞി ഒന്ന് പറയുവാൻ സാധിക്കുമോ എന്നാണ് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യം. തിബെരിയോസ് കടൽക്കരയിൽ നിന്നുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം. അതിന് വിശ്വാസത്തിൽ ഉറപ്പും ദൈവത്തിലുള്ള സ്നേഹവും പാപബോധവും പാപഭാരം ഫീൽ ചെയ്യണം, എങ്കിലേ പശ്ചാത്തലമാകത്തുള്ളൂ. തീർച്ചയായും എല്ലാവർക്കും അതിന് കഴിയണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം. യേശുക്രിസ്തു നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കർത്താവേ എന്ന് ആത്മാർത്ഥമായി പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. ഒരുപക്ഷെ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാം, നമ്മൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്ന അനേകം പേരുണ്ട്, അറിഞ്ഞും അറിയപ്പെടാതെയുമായ അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ ഒരാളെ പറ്റി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഞാനിത് കഴിഞ്ഞ ആഴ്ച ഒരു അച്ഛൻ പ്രസംഗിച്ച് കേട്ടതാണ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുള്ളവർ ക്ഷമിക്കുക, കേൾക്കാത്തവര് വേണ്ടി പറയുക. നമ്മുടെ തിരുവല്ല മഞ്ഞാടി ഏരിയയിലുള്ള ഒരു ജോസഫ് ഉപദേശി ഉണ്ടായിരുന്നു. വളരെ നിർധനനായ, പാവപ്പെട്ടവനായ, സാധാരണക്കാരനായ ഒരു ഉപദേശി. എല്ലാ ദിവസവും ദൈവവചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി വീടുകൾ തോറും പുള്ളിയെ അനുവദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വീട്ടിൽ വന്ന് ചോദിക്കും, ഞാൻ 2 വാക്ക് സുവിശേഷം പറഞ്ഞോട്ടെ. അവിടെ നിന്ന് മുറ്റത്താണെങ്കിൽ മുറ്റത്ത് നിന്ന് പറയും, അകത്ത് കയറ്റിയാൽ അകത്ത് നിന്ന് സുവിശേഷം പറയും. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ദൗത്യം. ക്രിസ്തുവിന് വേണ്ടി വിങ്ങുന്ന ഒരു ഹൃദയവുമായി നടക്കുന്ന ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളും ഭാര്യയുമുണ്ട്. മഞ്ഞാടിയുടെ സ്വന്തമാണല്ല. അദ്ദേഹം തെക്കൻ കേരളത്തിലെ മുഴുവനും ഇങ്ങനെ വാടകയ്ക്ക് വീടുകളിൽ താമസിച്ച് സുവിശേഷ വേലയൊക്കെ ചെയ്ത് നിർധനനാണ്. ഒരു നിർധനൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിൽ നിർധനനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ.
ഈ മഞ്ഞാടിയില് പത്തനംതിട്ട റോഡിൽ ആണെന്നാ പറഞ്ഞത്. പത്തനംതിട്ട റോഡിൽ, മഞ്ഞാടിയിൽ നിന്ന് പത്തനംതിട്ട റോഡിൽ പോകുന്ന ആ റോഡിലാണ് ചെറിയൊരു വീടിലാണ് വാടകയ്ക്ക് താമസിക്കുക. കഴിഞ്ഞ 4.5 മാസമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. 5 പൈസ വാടക കൊടുത്തിട്ടില്ല. ഇല്ല. പല ദിവസങ്ങളിലും പച്ചവെള്ളം മാത്രമാണ് ഭക്ഷണം. ഈ 3 പെൺകുഞ്ഞുങ്ങളും അമ്മയും, ആരോടും പരിഭവമില്ല, പരാതിയില്ല. പുള്ളി രാവിലെ വീണ്ടും ബൈബിൾ എടുക്കും. കടകളുടെ മുന്നിലും ഷാപ്പുകളുടെ മുന്നിലും അല്ലെങ്കിൽ ഒക്കെ ദൈവവചനങ്ങളെ ആരും കേൾക്കാനുണ്ടാവത്തില്ല, എങ്കിലും പുള്ളി പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ആത്മസന്തോഷം കണ്ടെത്തിക്കൊണ്ട് നടക്കുന്നു. അത് പലപ്പോഴും കള്ളുഷാപ്പിന്റെ മുന്നിലൊക്കെ ഇന്ന് പ്രസംഗിച്ച അവസ്ഥ എന്തായിരിക്കും? പിടിച്ചുതള്ളി വിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ വന്നപ്പോ ഒരാളവിടെ നിൽക്കുക. അദ്ദേഹത്തിന്റെ വീട്ടുടമസ്ഥനും, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുടമസ്ഥൻ വന്ന് പറയാ, ഉപദേശിയോട് എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാ ആദരവുമുണ്ട്. പക്ഷേ ഞാൻ ജീവിക്കുന്നതും ഈ വരുമാനങ്ങളൊക്കെ കൊണ്ട് ആണ് എന്റെ കാര്യങ്ങളും ഒക്കെ ഓടിച്ചു പോകുന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് 5 പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ വീട്ടുടമസ്ഥന് ചില കരുണയുള്ളവനായിരിക്കും, അതുകൊണ്ടല്ലേ 4 മാസം ക്ഷമിച്ചിട്ട് വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ഉപദേശിക്ക് ഭയങ്കര സങ്കടമായി. ഈ ഉപദേശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പം 4.5 മാസമായല്ലോ, ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരുക. ശരി. ഈ വീട്ടുടമസ്ഥനങ്ങ് മടങ്ങിപ്പോയി. അവര് 4 പേരും ചേർന്ന് മുട്ടുമേൽ നിന്ന്, 5 പേർ നിന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങളെ ലഭിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. ഒന്നും സംഭവിച്ചില്ല, ഒരത്ഭുതവും സംഭവിച്ചില്ല. ആ 15 ദിവസങ്ങളും കടന്നുപോയി. ഇങ്ങനെയൊക്കെ തന്നെ. ഈ 15ാമത്തെ ദിവസം വീണ്ടും വീട്ടുടമസ്ഥന് അവിടെയൊക്കെ കടന്നു വന്നു. അവർ 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ നോക്കിയിരിക്കുക. കഴിഞ്ഞ 2 ദിവസമായിട്ട് പച്ചവെള്ളം മാത്രം കൊടുത്ത് ജീവിക്കുന്ന കുടുംബം. 1 മണി ചോറ്, 1 മണി അരി അവരുടെ വീട്ടിലില്ല. ആ സമയത്താണ് വീണ്ടും ആ പറഞ്ഞ സമയത്ത് വീട്ടുടമസ്ഥൻ വന്നിരിക്കും. ഒന്നും മറുപടി പറയാനില്ല ആ ജോസഫ് ഉപദേശിയുടെ മുമ്പിൽ. ജോസഫ് ഉപദേശി 2 കൽപ്പിച്ചങ്ങ് പറഞ്ഞു, നാളെ 2:30 ആവുമ്പോഴത്തേന് വന്നോളൂ, 2 മണി കഴിയുമ്പോഴത്തേന് വന്നോളൂ. ഞങ്ങള് വീട് ഒഴിഞ്ഞ്, അല്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ ഉത്തരത്തിന്റെ അവിടെ താക്കോൽ വെച്ചിരിക്കാം, ഞങ്ങള് ഇറങ്ങിക്കോളാം. ആ മനുഷ്യൻ പോയി. വീണ്ടും ഒരു പ്രാർത്ഥനയോടുകൂടി ആ ദിവസം കഴിച്ചു കൂട്ടി. നിങ്ങൾ ഓർക്കണം, 3 പെൺകുഞ്ഞുങ്ങളും മാതാവും ആ പിതാവും 2 ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല, പച്ചവെള്ളം മാത്രം. ആരോടും ഒരു പരിഭവമില്ല കേട്ടോ. അദ്ദേഹത്തിന് വലിയ പൈസയോ ഒന്നും ആരോട് ചോദിക്കാറില്ല. ആരെങ്കിലും അരിയോ എന്തെങ്കിലും അറിഞ്ഞു കൊടുക്കുന്നതും മേടിച്ചുകൊണ്ട് പോരുന്ന ഒരു മനുഷ്യനാണ്, പച്ച മനുഷ്യൻ. നേരം വെളുത്തു, എങ്ങോട്ട് പോകും ഒരു ഐഡിയയുമില്ല. ആ മനുഷ്യൻ 2 മണിയായപ്പോഴത്തേന് മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പാണ്ടക്കെട്ട് ആക്കിക്കോളാം. പെട്ടിയും പ്രമാണമൊന്നും ഇല്ല. തന്റെ മുണ്ടും അല്ലെങ്കിൽ പുതയ്ക്കുന്ന പുതപ്പും ഒക്കെ കൂടെ ചേർത്ത് 2-3 കെട്ടുകളാക്കി അവര് പോകാൻ തയ്യാറായി. 2 മണിയായപ്പോഴേക്ക് കഥകളൊക്കെ പൂട്ടി ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ വന്നിരുന്നു. എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്ത ആ മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ട് പോകും? 3 പെൺകുഞ്ഞുങ്ങളും അമ്മയും ഒരാളും കൂടെ ചേർന്ന് എങ്ങോട്ട് പോകാനാണ്? ആരുമില്ല, സഹായത്തിന് തുണയില്ല. 2ാമത്തെ സ്റ്റെപ്പിലേക്കും ഒക്കെ ഇറങ്ങിയിരുന്നു. 3ാമത്തെ സ്റ്റെപ്പിൽ 4 മണി ആയതോടുകൂടി തീരുമാനിച്ചു പോകാം. 3 പാണ്ടക്കെട്ടുകളും എടുത്തുകൊണ്ട് ആ വീടിന്റെ പടികൾ കടന്നുപോയി. അവർ നേരെ പോയി ആ മഞ്ഞാടിയിലുള്ള ഏതോ വെയിറ്റിംഗ് ഷെഡില് ഈ പാണ്ടക്കെട്ടുകളും വെച്ച് അവിടെ ഇരിക്കുക. ഉപദേശി ആയതുകൊണ്ട് ഒത്തിരി പേർക്ക് അറിയാം. ഉപദേശി പോകുന്നവരൊക്കെ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഉപദേശി? ഒരു 3 പേര് ഇരിക്കുന്നു, അവരെ സാധാരണമായിട്ട് വിചാരിക്കുന്നു. 3 പെൺമക്കളുമായിട്ട് ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. അവര് 3 കൈ കാണിക്കുന്നു, ഒന്നുമില്ല, വിശേഷമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ ഉപദേശി പറയുന്നു, പോകുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുത്തൻ പണക്കാരനായ ഒരു മനുഷ്യന് അതുവഴി കടന്നുപോയി. അദ്ദേഹത്തിന് സഹായിയോടൊപ്പം
അദ്ദേഹം കൈ കാണിച്ചു, ഉപദേശി കൈ കാണിച്ച ആ പുള്ളി അങ്ങ് പോയി. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക. 4 മണിയായി, 5 മണിയായി. എങ്ങോട്ട് പോകാൻ? അങ്ങോട്ട് വണ്ടി കയറാൻ. അഥവാ വണ്ടി കയറാമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും 1 രൂപയെങ്കിലും കയ്യിൽ വേണ്ടേ? ബസ് കൂലി കൊടുക്കാൻ വേണ്ടിയെങ്കിലും 1 രൂപ കയ്യിൽ വേണ്ടേ? അതുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവിടെ ഇരിക്കാം. സമയം 6 മണിയായി, സന്ധ്യയായി, ഇരുട്ടോടുകൂടിയായി, ഇരുട്ടി തുടങ്ങി. അപ്പോ ഒരു പ്രതീക്ഷയുമില്ലാതെ ഹൃദയം തകർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കുടുംബം നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം പൊടിയും. അപ്പൊ ആ മനുഷ്യൻ അനുഭവിച്ച, അല്ലെങ്കിൽ ആ കുടുംബം അനുഭവിച്ച വേദന എത്രത്തോളം. ആൺമക്കളാണെങ്കിൽ പിന്നെ പറയാം. പക്ഷെ 3 കൊച്ചു പെൺകുട്ടികളെയും കൊണ്ട് ആ മനുഷ്യൻ 6 മണിയായപ്പോ, രാത്രി 6 മണി, 6:30 ആകുന്നു, 7 മണിയാകുന്നു, ആ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുക. ഈ പുത്തൻ പണക്കാരെന്ന് പറഞ്ഞ ആള് തിരിച്ചു വരുന്നു. പുള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ ഉപദേശം ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പോയപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവരോട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എന്താ ഉപദേശി, കാര്യങ്ങൾ പറ. അപ്പം നിവൃത്തിയില്ലാതെ നമ്മുടെ ജോസഫ് ഉപദേശി പറഞ്ഞു, വീട്ടില് വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇറങ്ങിയതാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കയ്യിൽ 5 പൈസയായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത്രയുള്ള കാര്യം. ആ മനുഷ്യന് ആ പുള്ളിയുടെ ഭാണ്ഡക്കെട്ടങ്ങ് എടുക്കുക. അപ്പൊ ഉപദേശി ചോദിച്ചു, എങ്ങോട്ട് പോകാനാ, അല്ലെങ്കിൽ എന്താ ഉദ്ദേശം, പറയൂ. അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നലെയും എന്റെ മോന് എന്നെ വിളിച്ചായിരുന്നു. ആ മോന്റെ വീടിന്റെ ഔട്ട് ഹൗസില് ആരെങ്കിലും താമസിപ്പിച്ചിട്ട് വീടൊക്കെ നോക്കി നടത്തിയാൽ മതി, വാടക പോലും മേടിക്കണ്ട എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് 2 ആൺമക്കൾ. ഈ മനുഷ്യൻ കർഷകനായ മനുഷ്യന് 2 ആൺമക്കളാണ്. 2 പേരും പഠിക്കുന്ന പിള്ളേരായിരുന്നു. അപ്പൊ ഒരാള് പഠിച്ച് എഞ്ചിനീയറിംഗോ എന്തോ പഠിച്ചിട്ട് ഒരു അമേരിക്കയിലേക്ക് പോയി, ഇളയാളെയും കൊണ്ടുപോയി. അപ്പൊ 2 പേരും 2 വീട് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഈ അപ്പന് പറഞ്ഞ അനുസരിച്ച് ഇവർ 4 പേരും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഔട്ട് ഹൗസിന് മുന്നേ ചെന്ന താക്കോല് തുറന്നപ്പോ ഈ മനുഷ്യന് തന്നെ ഒരു തോന്നല്, എന്തിനാ ഉപദേശിച്ച് ഞാൻ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്നു? ആരും താമസിക്കാനില്ലാതെ വലിയൊരു ബംഗ്ലാവ് ഇവിടെ കിടക്കുമ്പോ ഞാൻ എന്തിനാ ഈ മനുഷ്യനെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്നു? ആ വലിയ വീടിന്റെ തുറന്നു കൊടുത്തു, താമസിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ പാണ്ഡവൊക്കെ എടുത്തിട്ടപ്പോ ആ മനുഷ്യന് മനസ്സിലായി, ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ചില പാത്രങ്ങളും പഴകിയ കുറച്ച് തുണികളും മാത്രമേ അതിനകത്തുള്ളൂ. ആ മനുഷ്യൻ വീട്ടിൽ പോയി അരിയും സാധനങ്ങളും ഒക്കെ കൊണ്ട് കൊടുത്ത് ആ 2 ദിവസങ്ങൾക്ക് ശേഷം അവര് വയറ് നിറച്ച് കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങി. ആ അമ്മയും മക്കളും ആ ക്ഷീണം കൊണ്ട് അപ്പം തന്നെ കിടന്നുറങ്ങി. ഈ മനുഷ്യന് ഉറക്കം വരുന്നില്ല. ഈ രാത്രിയില് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിനെ അങ്ങ് സ്തുതിച്ചു പാടിയതാ. നമ്മൾ കുറച്ചുമ്പ് പാടിയ പാട്ട് നമ്മള് ഹൃദയത്തെ തട്ടി ഒന്ന് പാടിക്കുക, ഒന്നുകൂടെ ഒന്ന് പാടിക്കുക. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഈ മനുഷ്യന്റെ പ്രശ്നത്തിന് മുമ്പില് നമ്മുടെ പ്രശ്നങ്ങൾ എന്തുപേരും ഉണ്ടോ? നമ്മളൊരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് കടന്നു പോകുന്നവരായി മാറുന്നില്ലേ? ഞാനും നിങ്ങളും ഓർക്കേണ്ടതായ ഒരു വിഷയം ഇതാണ്. തള്ളിപ്പറഞ്ഞവരായി തള്ളിക്കളഞ്ഞ് മടങ്ങിപ്പോകുന്നവരല്ല നമ്മൾ ഒറ്റിക്കൊടുത്തു പോകേണ്ടവരല്ല നമ്മൾ. ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം എന്നോടും നിങ്ങളോടും കൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ കൈക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് നീങ്ങുവാൻ കഴിയും. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ ഈ ജോസഫ് ഉപദേശിയുടെ അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് മുന്നിൽ നോക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. എന്ത് ഹൃദയവേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ മനുഷ്യൻ. നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടോ? എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ ക്വസ്റ്റ്യൻ മാർക്കായി നിന്ന മനുഷ്യന് മുന്നിലേക്ക് നമ്മൾ അവസാനിച്ചു എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ളവനാണ്.
ഞാനും നിങ്ങളും ഇന്നിവിടെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാനും നിങ്ങളും ആ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ തിബെരിയോസ് കടற்കരയിൽ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വെന്നാണ് മറുപടിയെങ്കിൽ എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുവാൻ പല പദ്ധതികളും ദൈവത്തിനുണ്ട്. ഉവ്വെന്നാണെങ്കിൽ എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുവാൻ പല പദ്ധതികളും ദൈവത്തിന്റെ കൈകളിലുണ്ട്. നമ്മള് ആത്മാർത്ഥമായി ഉവ്വെന്ന് പറയണം. ആ പദ്ധതികളെ ഏൽപ്പിക്കുവാൻ തക്കോണം, ഏൽപ്പിച്ച് പൂർത്തിയാക്കുവാൻ തക്കോണം നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ഈ ചോദ്യത്തിന്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ഈ കഴിഞ്ഞ നോമ്പിലൂടെയും ഈ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉവ്വ് എന്ന മറുപടി പറയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. അതുപോലെ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ ഏത് കാര്യത്തിലും നമ്മൾ ദൈവത്തോടെ ചോദിക്കണം, അഭിപ്രായം ചോദിക്കണം. നമ്മുടെ ഒരു പ്രശ്നം എന്താ, നമ്മൾ വലിയ പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉണ്ടാക്കും, പക്ഷെ ദൈവത്തിനോട് ആലോചന ചോദിക്കുകയില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കോളൂ, അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. അങ്ങനല്ല, നമ്മുടെ ഏത് കാര്യം തുടങ്ങുമ്പോഴും നാം ഓരോരുത്തരും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നമുക്ക് ഓരോ പദ്ധതികളിലേക്കും നമുക്ക് ഇറങ്ങാം. നമ്മുടെ പഠനത്തിലായിക്കോട്ടെ, നമ്മുടെ ജോലിയിലായിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമുക്ക് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ദൈവം നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉവ്വ് എന്ന് ഉത്തരം പറയുവാൻ തക്കവണ്ണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.